ഇതിനെ കുറിച്ചൊക്കെ ഫേസ്ബുക്കിനെ കുറിച്ച്, വാട്സപ്പിനെ കുറിച്ച്, സ്കൈപ്പിനെ കുറിച്ച്, ട്വിറ്ററിനെ കുറിച്ച് ആദരവായ മുത്ത് റസൂലുള്ള പറഞ്ഞ വാട്സപ്പിലേക്ക് സുക്കർബർഗ് എത്തിയിട്ടില്ല, ഫേസ്ബുക്കിലേക്ക് നബി തങ്ങൾ പറഞ്ഞു വെച്ചതിലേക്ക് എത്തിയിട്ട് എന്റെ അംശം കണ്ടുപിടിച്ചേക്കുന്നത് പറഞ്ഞു തരണ ആദരവായ ലോകത്തിന്റെ ചക്രവർത്തി മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ കൊച്ചു കേരളക്കരയുടെ തലപ്പാവെന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലോ ഒരു നൂറ്റാണ്ടിന്റെ പ്രകാശമായി ജ്വലിച്ചിരുന്ന മഹാനായ എംഎസാദിന്റെ തട്ടകത്തില് ബിരുദത്തിന് വേണ്ടി പഠിക്കുമ്പോ 2ാം കൊല്ലം മുത്തവൽ കോഴ്സിന്റെ അവസാന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കിതാബ് നോക്കുമ്പോ സഹീഹുൽ ബുഖാരിയിലെ കിതാബ് റുഹിയ എന്ന് പറയുന്ന കിനാവിനെ കുറിച്ച് പറയുന്ന ഭാഗത്തില് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലെ മിഅ്റാജ് എത്രയോ വട്ടം പോയതാണ്. ആ മിഅ്റാജിന്റെ രാവിലെ നരകത്തിൽ കണ്ട ദൃശ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഒരു മനുഷ്യന്റെ കഴുത്തിലേക്ക് കോടാലി എടുത്തു വെച്ചിട്ട് വെട്ടുകയാ. കോടാലി എടുത്ത് വെട്ടുമ്പോ അവന്റെ കഴുത്തും ശിരസും പിളർന്നു മാറുമ്പോ വീണ്ടും ഇത് രണ്ടും ചേർന്നിരിക്കുമ്പോ അങ്ങനെ വീണ്ടും ഇങ്ങനെ പറയുമ്പോ അവൻ ആരാണെന്ന് ചോദിക്കുമ്പോ നാളെ നരകത്തിലേക്ക് വന്നിട്ട് നരകത്തിൽ കോടാലി കൊണ്ട് ശിരസ് വെട്ടിമുറിച്ചു മാറ്റുന്നവരാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു അത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, അത് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരാണ്, അത് ട്വിറ്റർ ഉപയോഗിക്കുന്നവരാണ്, അത് സ്കൈപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്റെ റസൂലുള്ള പറഞ്ഞത് മോശമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ. കത്തിക്ക് 2 വശങ്ങളില്ലയോ, അത് പച്ചക്കറി നന്നാക്കാൻ ഉപയോഗിക്കുന്നതോ ഹലാലാ, മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കുമ്പോ അത് ഹറാമാ എന്ന് പറഞ്ഞതുപോലെ ഇതിനെല്ലാം മോശമായി ഉപയോഗിക്കുന്നവർക്കാണ് നരകത്തിലെ കഠിനമായ ശിക്ഷ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇംഗ്ലീഷ് ഭാഷ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തില് ഫേസ്ബുക്ക് എന്ന പേരിലുള്ള ആ നാമത്തെ കുറിച്ച് റസൂലുള്ള പറഞ്ഞതെങ്ങനെയെന്നറിയോ? ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ പ്രഭാതമായി കഴിഞ്ഞാൽ അവനൊരു കളവ് പറയും. ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളിത്. അവനൊരു കളവ് പറയും. ചക്രവാളം മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് ചക്രവാളം മുഴുവനും നിറയുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂൽ. ഇതെങ്ങനെ ഫേസ്ബുക്ക് ആകുക? ഇതെങ്ങനെ ഫേസ്ബുക്ക് ആകുക? ഇതെങ്ങനെ ട്വിറ്റർ ആകുക? പറ, എങ്ങനെയാവുക? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാരൂർക്കട ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് കാരൂർക്കട ഒരു സംഭവം ഉണ്ടായി. സാധാരണ ഏറ്റവും കൂടുതൽ ഫിത്ന പറയാം ഒരു നാട്ടില് അവിടെ ചായക്കടക്കാർക്ക് പ്രശ്നമാവും. അല്ല, നാട്ടിലെ ഏതെങ്കിലും അങ്ങാടിയിൽ ഒരു കട ഉണ്ടാവും, അവിടെ ഒരു ബെഞ്ചുണ്ടാവും, അതിന്റെ അകത്ത് എന്താ പറയാ അല്ലെ? അപ്പൊ ആ ഫിത്ന പറയുമ്പോ ആ പറയുന്ന വ്യക്തിയിൽ നിന്ന് ഫിത്ന കേൾക്കുന്നത് 1-2 ആള് ചുറ്റും കൂടി ഇതിന്റെ പരിപ്പോടെയും ചായം കുടിക്കുന്ന ആൾക്കാരാണ് അല്ലെ? കേൾക്കുകയുള്ളൂ. ഇന്ന് ഈ കാരൂർക്കട വന്ന് ചായംകുളത്തേക്ക് ആ ഫിത്ന എത്തണമെങ്കിൽ ഏകദേശം 2 കൊല്ലമെങ്കിലും എത്തും അല്ലെ? പറഞ്ഞു അല്ലെ? പണ്ട് ഗൾഫിൽ പോണ ആൾക്കാര് 10 ആഴ്ച എത്ര ദിവസം കഴിയും? നിങ്ങൾ ഗൾഫിലൊന്നും പോയിട്ടില്ലേ? നിർത്തണ പ്രസംഗം ഉറക്കം വരുന്ന നിർത്തണം. എത്ര ദിവസം കഴിയും? 10-15 ദിവസം കഴിയൂലേ? ഇന്ന് ഫേസ്ബുക്കിന്റെ അകത്തെ ഗ്രൂപ്പിൽ അമേരിക്കയിലും അന്റാർട്ടിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തും ഇരിക്കുന്ന മനുഷ്യന്മാരെല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പിലെ അതിന്റെ അകത്തേക്ക് ഒരു സാധനം കൂടി പോസ്റ്റ് ചെയ്താൽ മിനിറ്റുകൾ കൊണ്ട് നിറഞ്ഞ ചക്രവാളം നിറയുന്ന മുത്തു റസൂൽ എന്ന് പറഞ്ഞത്. ഇന്ന് ദുനിയാവിലിരിക്കുന്ന മനുഷ്യരാണ് പരസ്പരം ചാറ്റുന്നത്. ആഫ്രിക്കയിലിരിക്കുന്നവർ, അന്റാർട്ടിക്കയിലിരിക്കുന്നവർ, ലോകത്തിന്റെ നെറുകയിൽ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ എല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പിലിരുന്ന് ചാറ്റ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഫേസ്ബുക്കിലേക്ക് എത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാട്സപ്പിലേക്ക് സുക്കർബർഗിനെ എത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാട്സപ്പ് ഏതെന്നറിയോ? ചക്രവാളം നിറയുമെന്നാണ്. ചക്രവാളം എന്താ? ഫലക്കിന്റെ കിതാബ് നോക്കിയാൽ നമുക്കറിയാം. ചക്രവാളം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ചക്രവാളം എന്ന് പറയുന്നത് ഉണ്ടോ? ചക്രവാളം ചോദിക്കട്ടെ. പറഞ്ഞത് ചക്രവാളം എന്ന് പറഞ്ഞ ഒന്നും ഇല്ലാന്നാ പറയുന്നത് അല്ലെ? പിന്നെ അത് അലങ്കാരമായിട്ട് ഈ പ്രപഞ്ചത്തെ മൊത്തം കൂട്ടിയിട്ട് അലങ്കാരമായിട്ടാണ് ചക്രവാളം എന്ന് പറയാം.
അപ്പോ ആ ചക്രവാളത്തില് സൂര്യവേളം പെട്ടിട്ടുണ്ട്, ചക്രവേളം പെട്ടിട്ടുണ്ട്, ചൊവ്വാഗ്രഹം പെട്ടിട്ടുണ്ട്. ചൊവ്വയിൽ ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് ശാസ്ത്രം പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചൊവ്വയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാൻ, ചൊവ്വയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാൻ ശാസ്ത്രം ഒരുങ്ങി. അവിടെ ഹോട്ടൽ നിർമ്മിച്ചാൽ കാരൂർക്കടവെന്ന് ഒരു ക്രിസ്മസ് വന്നപ്പോ യാത്ര പോയി അങ്ങോട്ട് അപ്പൊ അവിടെ ഒരു സെൽഫി ഇങ്ങനെ അടിച്ചിട്ട് ഭാര്യക്ക് അയച്ചു കൊടുക്കാൻ എത്ര നേരം വേണം? എത്ര നേരം വേണം? മിനിറ്റുകൾ. അവിടെ എത്തിയോ? സുക്കർബർഗിന്റെ വാട്സപ്പ് അവിടെ എത്തിയോ? ഫേസ്ബുക്ക് അവിടെ എത്തിയോ? അവിടെ എത്തിയോടാ? അവിടെ എത്തിയിട്ടില്ല. ഭൂഗോളത്തിന്റെ പുറത്ത് നിൽക്കുക, ഈ ഭൂമിയുടെ പുറത്ത് നിൽക്കുക. നബിതങ്ങൾ ഈ ഹദീസിലൂടെ ഒറ്റ വാക്കിലൂടെ എത്ര കണ്ടുപിടുത്താനാണ് പറഞ്ഞത്? ചൊവ്വയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉണ്ടാകും, പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉണ്ടാകും, വാട്സപ്പ് കണ്ടുപിടിക്കും, ഫേസ്ബുക്ക് കണ്ടുപിടിക്കും. ഇതൊക്കെ മുത്തു റസൂലുള്ള പറഞ്ഞു. അതാണ് പറഞ്ഞത് ഹബീബായ പുണ്യനബി പറയാത്തത്, നബിതങ്ങൾക്ക് പറയാൻ കഴിയാത്തത് ലോകത്തൊരാൾക്കും പറയാൻ കഴിയില്ല. നബിതങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് പറയാന് ലോകത്ത് ഏത് ശാസ്ത്രം പുരോഗമിച്ചാലും കഴിയുള്ളൂ. അതാണ് പുണ്യ റസൂൽ മുസ്തഫ